പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും STR ധ്യാനത്തിലേക്ക് സ്വാഗതം. ക്രിസ്തീയാത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പതിവായി ഉയരുന്ന ഒരു പ്രധാന ചോദ്യം: യേശു ക്രിസ്തു ധ്യാനം പഠിപ്പിച്ചോ? അല്ലെങ്കിൽ ക്രിസ്തു തൻ്റെ അനുയായികളോട് ധ്യാനം ചെയ്യാൻ ആവശ്യപ്പെട്ടോ? ഈ ചോദ്യം പലർക്കും ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഇത് ഒരു അഭ്യാസത്തെക്കുറിച്ചുള്ള സംശയം മാത്രമല്ല, മറിച്ച് ആത്മീയതയെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാന പ്രശ്നമാണ്. ധ്യാനം എന്ന പദം സാധാരണയായി ബുദ്ധമതം, ഹിന്ദുമതം തുടങ്ങിയ കിഴക്കൻ സമ്പ്രദായങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടുന്നതിനാൽ ക്രിസ്തീയ ദർശനത്തിൽ ധ്യാനത്തിൻ്റെ പ്രസക്തി പലർക്കും സംശയാസ്പദമായി തോന്നുന്നു. ഈ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ ആത്മീയ ജീവിതം പലപ്പോഴും രണ്ട് മേഖലകളിലേക്ക് ചുരുങ്ങുന്നു. ഒന്ന്, പ്രാർത്ഥന, ദൈവത്തോടുള്ള വാക്കുകളിലെ ആശയവിനിമയം, ദൈവത്തോട് സംസാരിക്കൽ. രണ്ട്, സുവിശേഷ പ്രഘോഷണം, വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനം, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കൽ. ഇവ രണ്ടും അത്യാവശ്യമാണ്. എന്നാൽ ഇവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ ആന്തരിക ആഴം നമുക്ക് നഷ്ടപ്പെടുന്നു. ക്രൈസ്തവ ആത്മീയ ജീവിതം പ്രവർത്തനങ്ങളിൽ മാത്രം ചുരുങ്ങുമ്പോൾ പുറമേയുള്ള പ്രവർത്തനങ്ങൾ ശരിയായതുപോലെ തോന്നിയാലും ഉള്ളിൽ ദൈവാനുഭവം ദൂരസ്ഥമാകുന്നു. ഇതിൻ്റെ ഫലമായി ആത്മീയ ആഴം ക്ഷയിക്കുന്നു, ആന്തരിക പരിവർത്തനം ദുർബലമാകുന്നു. പുറമേയുള്ളവരുടെ കാഴ്ചപ്പാടിൽ, പ്രത്യേകിച്ച് മറ്റ് മതസ്ഥരുടെ, ക്രിസ്ത്യാനികൾ സംസാരിക്കുന്നവരായി, പ്രഘോഷിക്കുന്നവരായി മാത്രം പ്രത്യക്ഷപ്പെടുന്നു. കാരണം കാണപ്പെടുന്നത് പ്രവർത്തനങ്ങളാണ്, സാന്നിധ്യം ദൃശ്യമായിട്ടില്ല. ഇതോടെ ക്രിസ്തീയതയുടെ യഥാർത്ഥ സ്വഭാവമായ സാന്നിധ്യ ജീവിതം മറഞ്ഞു പോകുകയും അത് പ്രവർത്തന കേന്ദ്രിതമായ ഒരു മതമായി മാത്രം കാണപ്പെടുകയും ചെയ്യുന്നു. ഈ ആശയക്കുഴപ്പത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച സംഭവത്തെ വിമർശനാത്മകമായി വീണ്ടും പരിശോധിക്കേണ്ടത്. ഈ വിളി ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ക്രിസ്തീയ ദർശനത്തിൻ്റെ ആധികാരിക ഘടനയെ വെളിപ്പെടുത്തുന്ന അടിസ്ഥാന നിർദ്ദേശമാണിത്. മാർക്കോസിന്റെ സുവിശേഷം അധ്യായം 3, 14 മുതൽ 15 വരെ ഈ വിളിയുടെ ഉദ്ദേശം വ്യക്തമായി അവതരിപ്പിക്കപ്പെടുന്നു. അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോടുകൂടെ ആയിരിക്കുവാനും അയക്കപ്പെടുവാനും പ്രസംഗിക്കാൻ, പിശാചുക്കളെ പുറത്താക്കാനുള്ള അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയമിച്ചു. ശിഷ്യത്വത്തിലേക്കുള്ള ആ വിളിയിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അവനോടൊപ്പം ഇരിക്കുക. 2, അയക്കപ്പെടുക. ഇവിടെ ഈ ക്രമം നിർണായകമാണ്. ഇരിക്കൽ ആദ്യം, പ്രവർത്തനം തുടർന്ന്. ഇതൊരു അടിസ്ഥാന സത്യം വെളിപ്പെടുത്തുന്നു. പ്രവർത്തനം സാന്നിധ്യത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവിടെ അവനോടൊപ്പം ഇരിക്കുക എന്നത് ഒരു ഭൗതിക അടുത്തിരിപ്പല്ല, മറിച്ച് ദൈവ സാന്നിധ്യത്തിലേക്കുള്ള ബോധത്തിൻ്റെ ഉണരലാണ്. ക്രിസ്തു ഇവിടെ ഒരു ചരിത്രപരമായ വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്നില്ല. മനുഷ്യന്റെ ഉള്ളിൽ സജീവമായ ദൈവിക യാഥാർത്ഥ്യത്തിലെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവ സാന്നിധ്യം അകലെയുള്ള ഒന്നല്ല, അത് ഇതിനകം നമ്മുടെ ഉള്ളിൽ സജീവമായി നിലകൊള്ളുന്ന യാഥാർത്ഥ്യമാണ്.
ഇതൊരു പുതിയ അനുഭവം സൃഷ്ടിക്കുന്ന ശ്രമമല്ല, മറിച്ച് അവനോടൊപ്പം ഇരിക്കുക ഇതിനകം നിലനിൽക്കുന്ന സാന്നിധ്യത്തിലേക്ക് ബോധം തുറക്കുന്നതാണ്. പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ള ഒരു തിരിച്ചറിവാണ്. ശ്രദ്ധയുടെ ദിശ മാറുന്ന ഒരു ആന്തരിക സംഭവമെന്ന അർത്ഥത്തിൽ. ഇവിടെ യേശു ആദ്യം നൽകിയ നിർദ്ദേശം ഒരു പ്രവർത്തനമല്ല, ഒരു നിലകൊള്ളലാണ്. ഈ മുൻഗണന തന്നെയാണ് ധ്യാനത്തിൻ്റെ ഹൃദയം. ഈ സാഹചര്യത്തിൽ അവനോടൊപ്പം ഇരിക്കുക എന്ന വാചകം ധ്യാനത്തിൻ്റെ അർത്ഥത്തെ അടിസ്ഥാനപരമായി വ്യക്തമാക്കുന്നു. ധ്യാനം ഒരു സാങ്കേതിക വിദ്യയല്ല, അതൊരവസ്ഥയാണ്. ദൈവ സാന്നിധ്യത്തിൽ ബോധപൂർവമായി നിലകൊള്ളുന്ന അവസ്ഥ. ദൈവം കണ്ടെത്തേണ്ട ഒരു ബാഹ്യ വസ്തുവല്ല, ഇതിനകം സാന്നിധ്യമുള്ള യാഥാർത്ഥ്യമാണ്. ഒരു ലളിതമായ ഉദാഹരണം. ഒരു മുറിയിൽ വെളിച്ചം ഇതിനകം തെളിഞ്ഞിരിക്കുമ്പോൾ കണ്ണ് അടഞ്ഞിരിക്കുന്നവന് അത് അനുഭവപ്പെടില്ല. വെളിച്ചം സൃഷ്ടിക്കേണ്ടതില്ല, ഇവിടെ കണ്ണു തുറക്കുക മാത്രം മതിയാകും. അതുപോലെ തന്നെ ധ്യാനം ഒന്നിനെ സൃഷ്ടിക്കുന്നതല്ല, ഇതിനകം ഉള്ള സാന്നിധ്യത്തെ കാണാൻ തുടങ്ങുന്നതാണ്. സാധാരണയായി മനുഷ്യന്റെ ശ്രദ്ധ പുറത്തേക്കാണ്. ധ്യാനം ഈ ദിശ മാറ്റുന്നു. എവിടേക്ക്? ഉള്ളിലേക്ക്. ഈ മാറ്റത്തിൽ ശ്രദ്ധ ചിതറുന്നതിൽ നിന്ന് കേന്ദ്രീകരണത്തിലേക്ക് മാറുന്നു. അനുഭവത്തിന്റെ കേന്ദ്രം ഉള്ളിൽ സ്ഥിരമാകുന്നു. ഈ കേന്ദ്രീകരണത്തിൽ മനുഷ്യൻ ഒന്നിനെ നേടുന്നില്ല, മറിച്ച് ഉള്ളിൽ ഇതിനകം നിലനിൽക്കുന്ന സാന്നിധ്യത്തെ വ്യക്തമായി അനുഭവിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ശിഷ്യത്വം ഒരു അടിസ്ഥാന ചോദ്യം ഉയർത്തുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിനു മുമ്പ് ഞാൻ ആരോടൊപ്പം ജീവിക്കുന്നു എന്നതാണ് നിർണായകം. ആദ്യ ചോദ്യം പ്രവർത്തനത്തെക്കുറിച്ചുള്ളതാണ്, രണ്ടാമത്തേത് അസ്തിത്വത്തെക്കുറിച്ചുള്ളതാണ്. ഈ മാറ്റം സംഭവിക്കുമ്പോൾ ജീവിതത്തിന്റെ ദിശ തന്നെ മാറുന്നു. ഇപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് മടങ്ങാം. യേശു ധ്യാനം പഠിപ്പിച്ചോ? ഒരു സാങ്കേതിക വിദ്യയായി അല്ല, ഒരു ജീവിതാവസ്ഥയായി. അവനോടൊപ്പം ഇരിക്കുക ഇതൊരു പ്രവർത്തന നിർദ്ദേശമല്ല, ഒരു സാന്നിധ്യത്തിലേക്കുള്ള ക്ഷണമാണ്. ധ്യാനം ഒരു വിദേശാശയമല്ല, ശിഷ്യത്വത്തിൻ്റെ അന്തർഹൃദയമാണ്. ഇത് നേടലല്ല, തിരിച്ചറിവാണ്. ചെയ്യുന്നതിൽ നിന്ന് ഇരിക്കുന്നതിലേക്കുള്ള മാറ്റം, ശബ്ദത്തിൽ നിന്ന് നിശബ്ദതയിലേക്കുള്ള യാത്ര. നന്ദി.